ഹായ്. നമ്മുടെ എല്ലാവരുടെയും വീടിന്റെ മുൻപിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ബാൽക്കണിയാണ് ഇതും. സോ ആ ബാൽക്കണീനെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ആക്ച്വലി ഇതൊരു ബെഡ്റൂം ആയിരുന്നു. ആ ബെഡ്റൂമിൽ നമ്മൾ വിൻഡോ ക്രിയേറ്റ് ചെയ്തിട്ട് ആ വിൻഡോ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ ഗ്ലാസ് കൊടുത്തിട്ട് കാണുമ്പോൾ വിൻഡോ പോലെ അകത്ത് ലോക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ബാൽക്കണി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഓപ്പൺ ബാൽക്കണി ആയിരുന്നായിരുന്നു. ഇതിനെയും പ്രീഫാബ് ചെയ്തിട്ടാണ് ഈ ഏരിയ നമ്മൾ കവർ ചെയ്ത് എടുത്തത്. സോ ബെഡ്റൂമിൽ തന്നെ രാത്രിയോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ ഗാർഡൻ സെറ്റ് ചെയ്യാനും വർക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് ഈ ബാൽക്കണി ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ വീടുകളിൽ വീട്ടമ്മമാർ എപ്പോഴും അവർക്ക് അവരുടേതായിട്ടുള്ള പാഷൻസ് ഒക്കെ ഉണ്ട്. അവർ സ്വന്തമായിട്ടൊക്കെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരും കുടുംബത്തെ സഹായിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെയാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രോബ്ലം അവർക്ക് ആ വീടുകളിൽ ഇത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ഒരു കേക്ക് ഉണ്ടാക്കാൻ കഴിവുള്ളവരുണ്ടാവും, ചിലപ്പോൾ തയ്ക്കാൻ കഴിവുള്ളവരുണ്ടാവും, ചിലപ്പോൾ മാർക്കറ്റിങ്ങിന് കഴിവുള്ളവരുണ്ടാവും, ഓൺലൈൻ കോഴ്സസ് പഠിപ്പിക്കാൻ കഴിവുള്ളവർ, ഡാൻസ് കളിക്കാൻ കഴിവുള്ളവരുണ്ടാവും. സോ ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ അവർക്ക് അവരുടേതായ രീതിയിൽ ചെറിയൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ ഒരു സ്ഥലം എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ സ്ഥലം ഉണ്ടാവും, പക്ഷെ അതിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് ഈ പ്രീഫാബ് കൺസെപ്റ്റിൽ ഏത് ടൈപ്പിന് വേണമെങ്കിലും നമുക്കത് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളൊരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ ഈ ഒരു ബാൽക്കണി ഏത് രീതിയിലേക്ക് വേണമെങ്കിലും അതിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് റൂഫ് എങ്ങനെയാണ് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ റൂഫ് ആക്ച്വലി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ കോൺക്രീറ്റ് ബേസ്ഡിലല്ല, സിമെൻറ്റ് ബോർഡ് ഡയറക്റ്റ് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മേളിലുള്ള ഒരു ടൈൽ റൂഫിംഗ് ഉണ്ട്, ലോഫ്റ്റ് ഏരിയ ഉണ്ട്. ആ ലോഫ്റ്റ് ഏരിയ യൂസ് ചെയ്യാൻ പാകത്തിന് അവിടെയും കവർ ചെയ്തിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് സ്പേസ് അവൈലബിൾ ആയിട്ട് കിട്ടും. കവറിങ്ങിൻ്റെ അകത്ത് ഇതിൻ്റെ കോൺക്രീറ്റിന് പകരം സിമെൻറ്റ് ബോർഡിൻ്റെ റൂഫും പ്ലസ് അതിൻ്റെ ലോഫ്റ്റ് ഏരിയ പ്ലസ് ബാൽക്കണി. അപ്പോൾ അങ്ങനെ ആ കംപ്ലീറ്റ് ഏരിയ നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടുമ്പോൾ പല പല കാര്യങ്ങൾ നമുക്ക് ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാം. സ്റ്റോറേജ് ഏരിയ ആയിട്ട് ഉപയോഗിക്കാം, നമ്മുടെ ബാൽക്കണി നമ്മൾ സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ചെറിയ രീതിയിൽ കൊടുക്കാം, റെക്രിയേഷൻ ഏരിയ, പിള്ളേരെ പഠിപ്പിക്കാം, പിള്ളേർ കളിക്കാനുള്ള ഗ്രൗണ്ട്. ഇറ്റ്സ് ഓൾ ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സ്. നമ്മുടെ തോട്ട് പ്രോസസ്സിൽ വരുന്ന എന്ത് സാധനം വേണമെങ്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. സോ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സോ നിങ്ങളുടെ വീടുകളിൽ എന്തെങ്കിലും ചെറിയ ചെറിയ സ്പേസസ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാനുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി ഡിപ്പെൻഡ് ഓൺ പ്രീഫാബ്രിക്കേറ്റഡ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ഒരു എങ്ങനെയാണ് നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ സ്പേസ് യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്. നമുക്കിതിൻ്റെ മേലിലൊന്ന് പോയിട്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ റൂഫ് പ്ലാറ്റ്ഫോം ചെയ്തിരിക്കുന്നതെന്ന് കൂടി ഇത് കാണാം. കമോ. അപ്പം നമ്മൾ താഴെ നമ്മൾ ആ ബാൽക്കണീനെ കുറിച്ച് പറഞ്ഞ ടോപ്പ് ഭാഗമാണ് ഇത് നമ്മൾ ഫൈബർ സിമെന്റ് ബോർഡ് കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. സിമെന്റ് ബോർഡ് കൊടുത്തിട്ട് ആ സിമെന്റ് ബോർഡുമേ ആണ് ഞാൻ നിൽക്കുന്നത്. ഡ്രസ് ചെയ്തിട്ട് കവർ ചെയ്ത് എടുത്തേക്കാണ്. അപ്പോൾ ഇത് ആ വീടിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗമാണ്. ഇതിൻ്റെ ആക്ച്വലി ഈ ലോഫ്റ്റ് ഏരിയ ശരിക്കും പുറം രാജ്യങ്ങളിൽ ഈ കാണുന്ന ഏരിയ ഒരു വീടായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വർക്കുകളാണ് പറയുന്നത്. അപ്പോൾ നമുക്കും ഇവിടെ എത്രയോ വീടുകൾ നമ്മുടെ മേളിൽ ഡ്രസ്സ് മാത്രം ചെയ്ത് ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ സ്പേസ് ഒക്കെ വീടായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഒരു വീട് വെച്ച് മാറുന്ന കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു 6, 7 അല്ലെങ്കിൽ 8 ലക്ഷത്തിനുള്ളിൽ നമുക്ക് ഈ ടോപ്പ് ഏരിയ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് താഴത്തെ ബാൽക്കണി ടോപ്പ് ഏരിയ ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയും കൂടി നമ്മൾ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്കൊരു വിസിബിലിറ്റി ലാൻഡ്സ്കേപ്പ് കംപ്ലീറ്റ് ആയിട്ട് വൺ സൈഡഡ് ഗ്ലാസ് ആണ്, നമുക്കത് കാണാൻ സാധിക്കും. ഫൈബർ സിമെന്റ് ബോർഡാണ്. ഇതിപ്പോൾ യോഗ ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള ഹെൽത്ത് എക്സസൈസിങ്, അങ്ങനെ സ്റ്റോറേജ് കൺവേർഷൻസ്, അങ്ങനെ എല്ലാത്തിനും ഉപകാരപ്പെടുന്ന ഒരു ഏരിയ ആയിട്ട് ഇത് മാറി. ഓൾമോസ്റ്റ് 1500 ഉള്ള ഒരു വീടായിരുന്നു ഇത്. അത് ഓൾമോസ്റ്റ് ഇപ്പോൾ 3000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 4500 ഈ ടോപ്പാകാൻ കൂട്ടിയ അത്രയും ഏരിയ നമുക്ക് ഇതിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. കാരണം ഇത് ആ പ്രീഫാബ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജിയുടെ പുറത്താണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ ഇനിയും നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണണം. കാരണം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന എല്ലാം ട്രഡീഷണൽ കൺസെപ്റ്റ് ഓഫ് ബിൽഡിംഗ് സ്ട്രക്ചേഴ്സിൻ്റെ കാര്യങ്ങളല്ല. ഇറ്റ്സ് ഓൾ ന്യൂ പ്രൊഡക്ട്സ്. നമുക്കത് നമ്മുടെ വീടിലും എക്സിസ്റ്റിംഗ് വീടിലും
പുതിയ വീടിലുമൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പുതിയ പ്രോഡക്ട്സിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്ലീസ് വാച്ച് മൈ വീഡിയോസ്. താങ്ക് യു വെരി മച്ച്. സീ യു നെക്സ്റ്റ് വീഡിയോ.